നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വളപട്ടണത്ത് അരിമൊത്ത വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും കവർന്ന കേസിലെ പോലീസ് അറസ്റ്റിലായ ലിജേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അഷ്റഫിന്റെ വീടിന് സമീപത്ത് താമസിക്കുന്നയാളാണ് ഇദ്ദേഹമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും ഇയാളുടെ വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. 1,21,43,000 രൂപയും 267 പവൻ സ്വർണവുമാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴായിരുന്നു കവർച്ച നടന്നത്. 215 പേരെയാണ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. കോഴിക്കോട് മുതൽ മംഗളൂരു വരെയുള്ള മൊബൈൽ ടവറുകൾ പരിശോധിച്ചും അന്വേഷണം നടന്നു. 35 ലോഡ്ജുകളും പരിശോധിച്ചു. CCTV പരിശോധനയിലാണ് പ്രതിയെ പിടികൂടാനായത് എന്ന് കമ്മീഷണർ പറഞ്ഞു. മന്ന സ്വദേശി ഒരു അഷ്റഫ് അദ്ദേഹത്തിന്റെ പരാതി പ്രകാരം ഒരു 25-ാം തീയതി പുലർച്ചെ രാവിലെ 1:30 മണിക്ക് ഞങ്ങൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു. FIRന്റെ ചുരുക്കം പ്രകാരം ഈ പരാതിക്കാരി 19-ാം തീയതി കുടുംബ സമേതം മധുരൈ ഒരു കല്യാണത്തിൽ പോയി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നത് 24-ാം തീയതിയാണ്. വൈകിട്ട് വന്നപ്പോൾ കണ്ടത് വീട്ടിൽ ഒരു ക്ലോസറ്റ് ലോക്കർ പൊട്ടിച്ചിട്ട് അതിൽ വെച്ചിട്ടുള്ള 1 crore 1 കോടി രൂപ, പിന്നെ അദ്ദേഹത്തിൻ്റെ പരാതി പ്രകാരം 300 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിരുന്നു. വീടിൻ്റെ പുറകിലുള്ള ജനൽ പൊട്ടിച്ചിട്ട് ഈ പ്രതി FIRന്റെ അക്യൂസേഷൻ പ്രകാരമാണ് മോഷണം നടത്തിയത്. പ്രതി വെൽഡിംഗ് തൊഴിലാളിയാണ്. മോഷണം നടത്തുന്നതിന് ഇയാൾ 40 മിനിറ്റ് സമയം അഷ്റഫിന്റെ വീട്ടിൽ ചെലവഴിച്ചു. സഞ്ചിയിലാണ് സ്വർണവും പണവും കവർച്ചയ്ക്ക് ശേഷം ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കവർച്ച കേസാണ് ഇതെന്നും കമ്മീഷണർ അറിയിച്ചു. FIR രജിസ്റ്റർ ചെയ്തിട്ട് സീൻ ഗാർഡ് വെച്ചു. പിറ്റേ ദിവസം ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്, ഡോഗ് സ്ക്വാഡ് അടക്കം ഒരു പ്രത്യേകം അന്വേഷണം ടീം സീൻ പരിശോധിച്ചു. ACP കണ്ണൂർ രത്നകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 20 മെമ്പേഴ്സ് ഒരു അന്വേഷണം സംഘം രൂപീകരിച്ചു. ഈ അന്വേഷണം സംഘമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 4 IPSHOമാർ, IPSHO വളപട്ടണം ശ്രീ സുമേഷ്, IPSHO ചക്രക്കൽ ശ്രീ ആസാദ്, IPSHO മയിൽ ശ്രീ സഞ്ജയ്, IPSHO കണ്ണൂർ സിറ്റി ശ്രീ സനൽകുമാർ, അതുപോലെ തന്നെ നമ്മുടെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൻ്റെ SI ശ്രീ വിപിൻ, SI ശ്രീ ഉണ്ണികൃഷ്ണൻ, SI ശ്രീ രാജീവൻ, കണ്ണൂർ ക്രൈം സ്ക്വാഡ്, കണ്ണൂർ സിറ്റി ക്രൈം സ്ക്വാഡ്, അതുപോലെ തന്നെ കണ്ണൂർ റൂറൽ ജില്ലയുടെ സ്ക്വാഡിൻ്റെ 4 പേർ കൂടി ഈ അന്വേഷണം ടീമിന്റെ ഭാഗമായിട്ട് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തി. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ സംഘത്തെയാണ് കേസ് അന്വേഷിക്കുന്നതിനായി നിയോഗിച്ചത്. അന്വേഷണ സംഘത്തെ KV സുമേഷ് MLA സ്റ്റേഷനിലെത്തി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.